സ്കന്ദായ കാർത്തികേനായ പാർവതീ നന്ദനനായ ച മഹാദേവകുമാരനായ സുബ്രഹ്മണ്യായ നമോ നമഃ. ഈ വർഷത്തെ സ്കന്ദഷഷ്ഠി വ്രതം 22-ാം തീയതി ബുധനാഴ്ച ആരംഭിക്കുകയാണ്. ഈ മാസം 27-ാം തീയതി തുലാമാസം 10-ാം തീയതിയാണ് സ്കന്ദഷഷ്ഠി വ്രതം അവസാനിക്കുന്നത്. അന്ന് വ്രതം പൂർത്തിയാക്കി പിറ്റന്ന് 28-ാം തീയതി രാവിലെ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഉമാമഹേശ്വരപുത്രനായ സുബ്രഹ്മണ്യസ്വാമി താരകാസുരനുമായി മഹായുദ്ധം ചെയ്യുമ്പോൾ അസുരനായിരുന്ന മായാവിയായ താരകാസുരൻ്റെ മായതയാൽ ഭഗവാനെ അപ്രത്യക്ഷനാക്കുന്നു. സർപ്പരൂപം പൂണ്ട ഭഗവാൻ യുദ്ധക്കളത്തിൽ നിന്നും അപ്രത്യക്ഷനാവുകയും സ്വന്തം മാതാവ് സ്വന്തം മകനെ കാണാഞ്ഞിട്ട് ദുഃഖത്തോടെ ഭഗവാനെ തൃപ്പാദത്തിൽ വ്രതമിരുന്ന് 6-ാം ദിവസം ഭഗവാൻ സ്വന്തം രൂപം തിരിച്ചു കിട്ടുകയും താരകാസുരനെ വധിക്കുകയും ചെയ്യുന്നു. തൻ്റെ പുത്രന് വേണ്ടി അമ്മ സ്വീകരിച്ച വ്രതമാണ് ഷഷ്ഠിവ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവർക്കും സമ്പത്തും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ശത്രുദോഷവും നീക്കാൻ ഈ വ്രതം എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഏത് വ്രതമെടുത്താലും ഏത് പൂജ ചെയ്താലും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈശ്വരനിൽ വിശ്വസിച്ച് വേണം നമ്മൾ ചെയ്യാനുള്ളത്. നമ്മുടെ മനസ്സ് ശുദ്ധമായി നമ്മൾ ഭഗവാനെ മനമുരുകി വിളിച്ച് വേണം ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാനുള്ളത്. ഭഗവാന് വേണ്ടി വ്രതവുമെടുത്ത് പൂജയും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് നമ്മൾ കള്ളവും ചതിയും വഞ്ചനയുമായി നടന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുകയില്ല. താൽക്കാലികമായ ഒരു നിലനിൽപ്പ് മാത്രമേ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നും സത്യവും നീതിയും ദയയും ധർമ്മവും എന്നും നിലനിർത്തണം. ഈ കലിയുഗത്തിൽ 4 യുഗങ്ങളിലുണ്ടായിരുന്ന 4 കാലിൽ നിന്നിരുന്ന ഈ യുഗം ഇന്ന് ഒറ്റക്കാലിൽ മാത്രമാണ് നിൽക്കുന്നത്, സത്യമെന്നുള്ളത്. അതുകൊണ്ട് സത്യം എന്നായിരുന്നാലും പുറത്തു വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി കള്ളവും ചതിയും വഞ്ചനയുമില്ലാതെ ദൈവങ്ങൾക്ക് മനസ്സുരുകി വിളിച്ച് അവരുടെ തൃപ്പാദം മുറുകെ പിടിച്ച് അവരുടെ അനുഗ്രഹത്താനും ആശീർവാദത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം ഷഠാനനം കുങ്കുമരക്തവർണം മഹാമതിം കി ദിവ്യമയൂരവാഹനം രുദ്രസൂനം സുരസൈന്യനാദം ഗുഹം സദഹം ശരണം പ്രപദ്യേ. ഓം സ്കന്ദായ നമ, ഓം കാർത്തികേയനായ നമ, ഓം മുരുകായ നമ, ഓം വേലായുധായ നമ, ഓം ആറുമുഖായ